യൂണിറ്റ് 7 ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച സ്ഥാപനങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി നാം ചർച്ച ചെയ്തത്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനെ കുറിച്ചാണ്. ചിത്രം നോക്കൂ. 2 ടെലിവിഷൻ വാർത്താ സ്ക്രീൻഷോട്ടുകളാണ് തന്നിരിക്കുന്നത്. എന്താണ് വാർത്ത? ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സാമ്പത്തിക പിന്നാക്കാവസ്ഥ പരിഹരിക്കണം. ന്യൂനപക്ഷ വിദ്യാഭ്യാസ പിന്നാക്കാവസ്ഥ പരിഹരിക്കാൻ കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കണം. ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ ലിപി സംരക്ഷണം അനിവാര്യം. ന്യൂനപക്ഷങ്ങളുടെ സാമൂഹിക പുരോഗതി ഉറപ്പുവരുത്തുക. എന്താണ് വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത്? ന്യൂനപക്ഷ സംഘടനകൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ എന്തെല്ലാമാണ്? ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ന്യൂനപക്ഷ സംഘടനകൾ ആവശ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്നത്? സാമ്പത്തിക പിന്നാക്കാവസ്ഥ, പിന്നെയോ വിദ്യാഭ്യാസ പിന്നാക്കാവസ്ഥ, ലിപി സംരക്ഷണം, സാമൂഹിക പിന്നാക്കാവസ്ഥ. എന്തെല്ലാമാണ്? സാമ്പത്തികമായ പിന്നാക്കാവസ്ഥ, വിദ്യാഭ്യാസ പിന്നാക്കാവസ്ഥ, ലിപി സംരക്ഷണം, സാമൂഹിക പിന്നാക്കാവസ്ഥ. രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ച് അവരുടെ ക്ഷേമത്തിനായുള്ള നിയമങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ. എന്താണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ? രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ച് അവരുടെ ക്ഷേമത്തിനായുള്ള നിയമങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടതാണെന്ത്? ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ. ന്യൂനപക്ഷം ആരൊക്കെയാണ് ന്യൂനപക്ഷത്തിൽ വരുന്നത്? ക്രിസ്ത്യൻ, മുസ്ലിം, പിന്നെയോ വേറെ ഏതെല്ലാം മതവിഭാഗമാണ്? ജൈന, സിഖ്, പാഴ്സി, ബുദ്ധ മതങ്ങളാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ. ഇന്ത്യയിൽ ഭൂരിഭാഗവും ഹിന്ദുമത വിശ്വാസികളാണ്. 80% ടോട്ടൽ പോപ്പുലേഷൻ, ആകെ ജനസംഖ്യയുടെ 80% ഹിന്ദു മതവിഭാഗക്കാരാണുള്ളത്. ബാക്കിയുള്ളവയാണ് ന്യൂനപക്ഷങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ന്യൂനപക്ഷ കമ്മീഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് അവരുടെ ക്ഷേമത്തിനായുള്ള നിയമങ്ങൾ ഫലവത്തായി നടപ്പിലാക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള കമ്മീഷനാണെന്ത്? ന്യൂനപക്ഷ കമ്മീഷൻ. മതഭാഷാ സാംസ്കാരിക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് ആ വിഭാഗങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക എന്നതാണ് കമ്മീഷന്റെ സുപ്രധാന ചുമതല. 1993 മെയ് 17 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത്. എന്നാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത്? 93 മെയ് 17. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും 5 അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ. കമ്മീഷനിലെ അംഗങ്ങൾ എത്ര പേരാണ്? ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ, 5 അംഗങ്ങൾ. ആകെ എത്ര അംഗങ്ങൾ ഉണ്ടാവും? 7 പേര്. ഇവരുൾപ്പെടുന്നതാണ് ന്യൂനപക്ഷ കമ്മീഷൻ. കേന്ദ്ര ഗവൺമെന്റാണ് ഇവരെ നാമനിർദ്ദേശം ചെയ്യുന്നത്. രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. 3 വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന് വിപുലമായ അധികാരങ്ങളും ചുമതലകളുമാണ് നിർവഹിക്കാനുള്ളത്. അപ്പോൾ ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ഘടന എങ്ങനെയാണ്? ഒരു ചെയർപേഴ്സൺ, ഒരു വൈസ് ചെയർപേഴ്സൺ, 5 അംഗങ്ങൾ ഉൾപ്പെടുന്നു. ഇവരെ നാമനിർദ്ദേശം ചെയ്യുന്നത് ആരാണ്? കേന്ദ്ര ഗവൺമെന്റ് ആണ്. നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇവരുടെ കാലാവധി 3 വർഷമാണ്. എന്നാണ് ഈ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത്? 1993 മെയ് 17 കമ്മീഷൻ നിലവിൽ വന്നത്. ഇനി ഇവരുടെ ചുമതലകൾ എന്തൊക്കെയാണ്? ന്യൂനപക്ഷ കമ്മീഷന്റെ പ്രധാന ചുമതലകൾ.
ന്യൂനപക്ഷങ്ങളുടെ സാമൂഹിക വികസന പുരോഗതി വിലയിരുത്തുക. ന്യൂനപക്ഷങ്ങൾ അവയുടെ സാമൂഹികമായ വികസന പുരോഗതി വിലയിരുത്തണം. പിന്നെയോ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണാർത്ഥമുള്ള ഭരണഘടനാ വ്യവസ്ഥകളുടെയും നിയമങ്ങളുടെയും പ്രവർത്തനം വിലയിരുത്തണം. ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച് ഭരണഘടനയിൽ ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട്, നിയമങ്ങളുണ്ട്. അവയുടെ പ്രവർത്തനം എങ്ങനെയാണ്, എപ്രകാരമാണ് എന്ന് വിലയിരുത്തണം. പിന്നെയോ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും സംബന്ധിച്ച റിപ്പോർട്ടുകൾ കാലാകാലങ്ങളിൽ സമർപ്പിക്കണം. ന്യൂനപക്ഷങ്ങളുടെ അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിശോധിക്കണം. തുടർ നടപടികൾക്കായി ശുപാർശകൾ നടത്തണം. ന്യൂനപക്ഷങ്ങൾക്കായുള്ള പരിരക്ഷകളുടെ കൃത്യമായ പരിപാലനത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കണം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്? സാമൂഹിക വികസന പുരോഗതി വിലയിരുത്തണം. പിന്നെയോ ന്യൂനപക്ഷങ്ങളെക്കുറിച്ച് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകളും നിയമങ്ങളും എല്ലാം പ്രാവർത്തികമാവുന്നുണ്ടോ എന്ന് വിലയിരുത്തണം. പ്രശ്നങ്ങളും പ്രതിസന്ധികളും സംബന്ധിച്ച റിപ്പോർട്ടുകൾ കാലാകാലങ്ങളിൽ സമർപ്പിക്കണം. പിന്നെയോ അവകാശ ലംഘനം, ന്യൂനപക്ഷങ്ങളുടെ അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികൾ ഉണ്ടെങ്കിൽ അതിൻ്റെ തുടർ നടപടികൾക്കായി ശുപാർശ ചെയ്യണം. പിന്നെന്താണ്? അവരുടെ പരിരക്ഷ കൃത്യമായി നടപ്പിലാക്കുന്നുണ്ടോ, പരിരക്ഷകളുടെ കൃത്യമായ പരിപാലനത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയും വേണം. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തത്. ഇതുപോലെ തന്നെ ഓരോ സംസ്ഥാനങ്ങളിലും ന്യൂനപക്ഷ കമ്മീഷൻ ഉണ്ട്. 2013 കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത്. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും ഉൾപ്പെടെ 4 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനിൽ എത്ര അംഗങ്ങളാണുള്ളത്? 4 അംഗങ്ങൾ. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും ഉൾപ്പെടെയാണ് 4 അംഗങ്ങളുള്ളത്. ഇവരെ നാമനിർദ്ദേശം ചെയ്യുന്നത് സംസ്ഥാന ഗവൺമെന്റാണ്. 3 വർഷമാണ് അംഗങ്ങളുടെ കാലാവധി. ഭരണഘടനാനുസൃതമായി മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് അനുവദിക്കപ്പെട്ട അവകാശങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നത് ന്യൂനപക്ഷ കമ്മീഷന്റെ ചുമതലയാണ്. ഈ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമായി നടപടികൾ ശുപാർശ ചെയ്യുന്നത് ആരാണ്? ന്യൂനപക്ഷ കമ്മീഷനാണ്. മതന്യൂനപക്ഷങ്ങളും ഭാഷാ ന്യൂനപക്ഷങ്ങളും ഉണ്ട്. കേരളത്തിൽ കാസർഗോഡ് ജില്ലയിൽ കൊങ്ങിണി, തുളു ഭാഷ സംസാരിക്കുന്ന ന്യൂനപക്ഷങ്ങളുണ്ട്. ഈ മത ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് അനുവദിക്കപ്പെട്ട അവകാശങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നത് ന്യൂനപക്ഷ കമ്മീഷന്റെ ചുമതലയാണ്. ഇതുപോലെയുള്ള മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമായുള്ള നടപടികൾ ശുപാർശ ചെയ്യുന്നതും ആരാണ്? ഈ ന്യൂനപക്ഷ കമ്മീഷനാണ്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും പങ്കാളിത്തവും ഉൾച്ചേരലും ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രധാനമാണ്. ന്യൂനപക്ഷ ഭാഷാ വിഭാഗങ്ങൾ, മതവിഭാഗങ്ങൾ, സാംസ്കാരിക വിഭാഗങ്ങൾ തുടങ്ങിയവരുടെ ഉന്നമനവും പുരോഗതിയും ഇതിന് അത്യന്താപേക്ഷിതമാണ്. ഇതോടൊപ്പം ന്യൂനപക്ഷ ക്ഷേമം ഭൂരിപക്ഷത്തിൻ്റെയും ചുമതലയാണെന്ന പൊതുബോധം സൃഷ്ടിക്കേണ്ടതുണ്ട്. ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് ന്യൂനപക്ഷ കമ്മീഷൻ നടത്തുന്ന ശ്രമങ്ങൾ ജനാധിപത്യത്തിൻ്റെ വ്യാപനത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. ജനാധിപത്യം എന്നാൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പങ്കാളിത്തവും ഉൾച്ചേരലും പ്രധാനമാണ്. ജനാധിപത്യത്തിൽ പ്രധാനമാണ് എല്ലാ വിഭാഗങ്ങളും, ഭൂരിപക്ഷവും ന്യൂനപക്ഷവും എല്ലാ മതവിഭാഗങ്ങളും ഉൾപ്പെടുക എന്നുള്ളതാണ് ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രധാനമായിട്ടുള്ളത്. ന്യൂനപക്ഷ ക്ഷേമം എന്നത് ഭൂരിപക്ഷത്തിൻ്റെ കൂടി ചുമതലയാണ്. ഇനി നോക്കൂ, ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകൾ. 1952 ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നടത്തിയ പ്രസംഗത്തിലെ ഒരു ഭാഗമാണ് തന്നിരിക്കുന്നത്. പട്ടികജാതി പട്ടികവർഗ പ്രദേശങ്ങളിൽ ഏറ്റവും മുൻഗണന നൽകേണ്ടത് റോഡുകൾക്കും വാർത്താവിനിമയത്തിനുമാണ്. അവയില്ലെങ്കിൽ നാം ചെയ്യുന്ന മറ്റൊന്നും ഫലപ്രദമാകില്ല. സ്കൂളുകൾ, ആരോഗ്യരക്ഷാ പ്രവർത്തനങ്ങൾ,
കുടിൽ വ്യവസായങ്ങൾ എന്നിങ്ങനെ പലതും ആവശ്യമാണ് എന്നത് സുവ്യക്തമാണ്. എന്നാൽ നാം അവരുടെ ജീവിത രീതിയിൽ ഇടപെടുകയില്ല എന്നും സ്വന്തം രീതി അനുസരിച്ച് ജീവിക്കാൻ അവരെ സഹായിക്കുക മാത്രമേ ചെയ്യൂ എന്നും നാം എപ്പോഴും ഓർമ്മിക്കണം. എന്താണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പറഞ്ഞിരിക്കുന്നത്? പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ള ജനങ്ങൾക്കായി എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് നെഹ്റു അഭിപ്രായപ്പെടുന്നത്? അവർക്കായി ആദ്യം ചെയ്യേണ്ടത് എന്താണ്? റോഡുകളും വാർത്താവിനിമയ സൗകര്യങ്ങളും ഒരുക്കണം. ഏറ്റവും മുൻഗണന നൽകേണ്ടത് റോഡുകൾക്കും വാർത്താവിനിമയത്തിനുമാണ്. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സ്കൂളുകൾ, ആരോഗ്യരക്ഷാ പ്രവർത്തനങ്ങൾ, പിന്നെയോ കുടിൽ വ്യവസായങ്ങൾ, ഇങ്ങനെ പലതും ആവശ്യമാണ്. റോഡുകൾ വേണം, വാർത്താവിനിമയ സൗകര്യങ്ങൾ വേണം, സ്കൂളുകൾ വേണം, ആരോഗ്യരക്ഷാ പ്രവർത്തനങ്ങൾ ചെയ്യണം, കുടിൽ വ്യവസായങ്ങളും വേണം. വിവേചനങ്ങളിൽ നിന്നും ചൂഷണങ്ങളിൽ നിന്നും പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുകയും അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട സ്ഥാപനങ്ങളാണ് പട്ടികജാതി കമ്മീഷനും പട്ടികവർഗ കമ്മീഷനും. എന്തിനാണ് പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകൾ രൂപീകരിച്ചിട്ടുള്ളത്? പട്ടികജാതി പട്ടികവർഗത്തിലുള്ള ജനവിഭാഗങ്ങളെ വിവേചനങ്ങളിൽ നിന്നും ചൂഷണങ്ങളിൽ നിന്നും സംരക്ഷിച്ച് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കമ്മീഷനുകൾ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിനോടൊപ്പം അവരുടെ സാംസ്കാരിക വൈവിധ്യങ്ങളും സവിശേഷതകളും സംരക്ഷിക്കുക എന്നതും പ്രധാനമാണ്. 2004 രണ്ട് കമ്മീഷനുകളും നിലവിൽ വന്നത്. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും മറ്റ് 3 അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ. പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകളിൽ എത്ര അംഗങ്ങളാണുള്ളത്? 2004 രണ്ട് കമ്മീഷനുകളും നിലവിൽ വന്നത്. ഒരു ചെയർപേഴ്സൺ, ഒരു വൈസ് ചെയർപേഴ്സൺ, മറ്റ് 3 അംഗങ്ങൾ, അങ്ങനെ ആകെ 5 അംഗങ്ങളാണ് ഒരു കമ്മീഷനിലുള്ളത്. ഇവരെ ആരാണ് നിയമിക്കുന്നത്? രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. കാലാവധി 3 വർഷമാണ്. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകളുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം 1989. പട്ടികജാതി പട്ടികവർഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുക, ഇത്തരം കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് പ്രത്യേക കോടതികൾ സ്ഥാപിക്കുക, ഇവരുടെ സ്വാസ്ഥ്യത്തിനും പുനരധിവാസത്തിനും നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ഉദ്ദേശങ്ങളോടെ നിലവിൽ വന്ന നിയമമാണ് പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം. 1989 ഈ നിയമം നിലവിൽ വന്നത്. ഈ നിയമം പട്ടിക വിഭാഗങ്ങൾക്കു നേരെയുള്ള അതിക്രമങ്ങളും നിയമലംഘനങ്ങളും എന്തെന്നും കുറ്റക്കാർക്കുള്ള ശിക്ഷാ നടപടികൾ എന്തെല്ലാമാണെന്നും ഇവരുടെ പുനരധിവാസം എങ്ങനെയായിരിക്കണമെന്നും വ്യവസ്ഥ ചെയ്യുന്നു. 1989 പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? പട്ടിക വിഭാഗങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും നിയമലംഘനങ്ങളും എന്തൊക്കെയാണെന്നും ആ കുറ്റക്കാർക്കുള്ള ശിക്ഷ എന്താണെന്നും ഇവരുടെയൊക്കെ പുനരധിവാസം എങ്ങനെയാണ് ആയിരിക്കേണ്ടതെന്നുമാണ് വ്യവസ്ഥ ചെയ്യുന്നത്. പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾ ഒരു പ്രത്യേക സംസ്കാരത്തിൽ ജീവിച്ചു വരുന്നവരാണ്. അവരോട് ഒരിക്കലും വിവേചനം പാടില്ല. അവരെ ആക്രമിക്കുന്നതിനോ അവരുടെ ജീവിത രീതിയിൽ ഇടപെടാനോ പാടില്ല. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ എല്ലാ മനുഷ്യരും തുല്യരാണ്. 1989 നിലവിൽ വന്ന പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം പട്ടിക വിഭാഗക്കാർക്ക് നേരെയുള്ള അതിക്രമങ്ങളും നിയമലംഘനങ്ങളും എന്തൊക്കെയാണെന്നും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്കുള്ള ശിക്ഷാ നടപടികൾ എന്തൊക്കെയാണെന്നും പിന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ പുനരധിവാസം എപ്രകാരം വേണമെന്നുമാണ് വ്യവസ്ഥ ചെയ്യുന്നത്. ഇനി ഈ കമ്മീഷനുകളുടെ ചുമതലകൾ എന്തെല്ലാമാണ്? പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ അന്വേഷിക്കുക,
പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, ഉന്നമനം എന്നിവ ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ സർക്കാരുകൾക്ക് സമർപ്പിക്കുക. പിന്നെയോ ഇവരുടെ ക്ഷേമത്തിനായുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും കാര്യക്ഷമമായി നടപ്പിലാക്കുന്നുവെന്ന് വിലയിരുത്തുക. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായുള്ള കാര്യങ്ങൾ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്, നിയമങ്ങളുണ്ട്, അവയെല്ലാം കാര്യക്ഷമമായി നടപ്പിലാക്കുന്നു എന്ന് വിലയിരുത്തണം. പിന്നെയോ അവർക്കെതിരെയുള്ള അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ അന്വേഷിക്കണം, അവരുടെ ക്ഷേമം ഉറപ്പുവരുത്തണം, അവരുടെ ഉന്നമനത്തിനായി വേണ്ട കാര്യങ്ങൾ ചെയ്യണം, അതിനായുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കണം. പിന്നെയോ അവർ നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ആർക്കു നൽകണം? സർക്കാരിന് സമർപ്പിക്കുകയും വേണം. സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ കേരളത്തിലെ പട്ടികജാതി പട്ടിക ഗോത്രവർഗ വിഭാഗങ്ങളിൽപ്പെട്ടവരുടെ ക്ഷേമവും സംരക്ഷണവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപവൽക്കരിക്കപ്പെട്ട സ്ഥാപനമാണ് കേരള പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ. അപ്പോൾ നമ്മുടെ സംസ്ഥാനമായ കേരളത്തിലും പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ ഉണ്ട്. അംഗങ്ങൾ എത്ര പേരാണുള്ളത്? ചെയർപേഴ്സൺ, മറ്റ് 2 അംഗങ്ങൾ, ആകെ 3 പേരാണുള്ളത്. ഒരു ചെയർപേഴ്സണും മറ്റ് 2 അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ. ഗവർണറാണ് അംഗങ്ങളെ നിയമിക്കുന്നത്. 3 വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. പട്ടികജാതി പട്ടിക ഗോത്രവർഗ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട പരാതികളിൽ അന്വേഷണം നടത്തുകയും അനന്തര നടപടികൾ ശുപാർശ ചെയ്യുകയുമാണ് പ്രധാന ചുമതല. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ പ്രധാന ചുമതല എന്താണ്? പട്ടികവർഗ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട പരാതികളിന്മേൽ അന്വേഷണം നടത്തണം, നടപടികൾ സ്വീകരിക്കണം, നടപടികൾ ശുപാർശ ചെയ്യുകയുമാണ് പ്രധാന ചുമതല. കൂടാതെ പ്രസ്തുത വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുകയും പുരോഗതി ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുന്നതും കമ്മീഷന്റെ ചുമതലകളിൽ പെടുന്നു. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ചുമതലകൾ എന്തെല്ലാമാണ്? കേരളത്തിലുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി വിലയിരുത്തണം, അവരുടെ പുരോഗതി ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകണം. ഇവയെല്ലാമാണ് കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ചുമതലകൾ. ചരിത്രഗതിയിൽ സാമൂഹികമായി പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ ജനവിഭാഗങ്ങളുടെ സജീവമായ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിലൂടെ മാത്രമേ ജനാധിപത്യം പൂർണ്ണമാവുകയുള്ളൂ. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളൊക്കെ സാമൂഹികമായി പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ ജനവിഭാഗങ്ങളാണ്. അപ്പോൾ അവരുടെ കൂടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിലൂടെ മാത്രമേ എന്ത് സാധ്യമാവുകയുള്ളൂ? ജനാധിപത്യം പൂർണ്ണമാവുകയുള്ളൂ. അവരുടെ സവിശേഷമായ പാരമ്പര്യ അറിവുകളും സംസ്കാരവും തനിമ നഷ്ടപ്പെടാതെ സംരക്ഷിക്കുന്നതോടൊപ്പം ആധുനിക സമൂഹത്തിൽ ഈ ജനതയുടെ ഉൾച്ചേരലും ഉറപ്പാക്കേണ്ടതുണ്ട്. ദേശീയ പട്ടികജാതി കമ്മീഷൻ, പട്ടികവർഗ കമ്മീഷൻ എന്നിവയുടെ പ്രവർത്തനങ്ങൾ ഈ പ്രക്രിയയുടെ ആക്കം കൂട്ടുകയും ജനാധിപത്യത്തെ കൂടുതൽ കരുത്തുറ്റതാക്കുകയും ചെയ്യുന്നു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ പ്രത്യേക സംസ്കാരത്തിൽ ജീവിക്കുന്നവരാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് പാരമ്പര്യമായ കുറേ അറിവുകളുണ്ടാവും. അവരുടെ സംസ്കാരമൊന്നും തനിമ നഷ്ടപ്പെടാതെ സംരക്ഷിക്കപ്പെടണം. അതോടൊപ്പം തന്നെ ആധുനിക സമൂഹത്തിൽ ഈ ജനതയുടെ ഉൾച്ചേരൽ കൂടി ഉറപ്പാക്കേണ്ടതുണ്ട്. ഇതിനൊക്കെയായി പ്രവർത്തിക്കുന്നതാണ് ദേശീയ പട്ടികജാതി കമ്മീഷനും പട്ടികവർഗ കമ്മീഷനും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി പട്ടികപ്പെടുത്തുക. ഈ വിഭാഗങ്ങൾക്കായി നമ്മുടെ സർക്കാർ ഒരുപാട് ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. സ്വയം തൊഴിൽ പദ്ധതികളുണ്ട്, വിദ്യാഭ്യാസ പദ്ധതികളുണ്ട്, വിദ്യാഭ്യാസ വായ്പാ പദ്ധതികളുണ്ട്, വിവാഹ വായ്പാ പദ്ധതികളുണ്ട്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് മഹിളാ സമൃദ്ധി യോജന ഒരു പദ്ധതിയുണ്ട്. പിന്നെ മഹിളാ കിസാൻ യോജന, ശില്പി സമൃദ്ധി യോജന, ലഘു വ്യവസായ യോജന, അങ്ങനെ അനേകം പദ്ധതികൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി സർക്കാർ
നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അടുത്തത് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ. ഡോക്ടർ BR അംബേദ്കർ 1927 ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ നടത്തിയ ബജറ്റ് പ്രസംഗത്തിന്റെ ഭാഗമാണ് പുസ്തകത്തിൽ നൽകിയിരിക്കുന്നത്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? വിദ്യാഭ്യാസം എല്ലാവർക്കും പ്രാപ്യമായ ഒരു നിലയിലേക്ക് കൊണ്ടുവന്നേ മതിയാകൂ. പിന്നാക്ക വിഭാഗം ജനങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസം എത്രയും ചെലവ് കുറഞ്ഞതായിരിക്കുക എന്നതാവണം വിദ്യാഭ്യാസ വകുപ്പിന്റെ നയം. ഈ സമുദായങ്ങളെയെല്ലാം സമത്വത്തിലേക്ക് ഉയർത്തുവാനാണെങ്കിൽ അതിന് ഒരേ ഒരു പോംവഴി താണ നിലയിലുള്ളവർക്ക് പ്രത്യേക പരിഗണന നൽകുക മാത്രമാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? വിദ്യാഭ്യാസം എല്ലാവർക്കും പ്രാപ്യമായ ഒരു നിലയിലേക്ക് കൊണ്ടുവരണം. പിന്നാക്ക വിഭാഗം ജനങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസം എത്രയും ചെലവ് കുറഞ്ഞതായിരിക്കണം. പിന്നെ എന്താണ്? സമത്വത്തിലേക്ക് എല്ലാവരും ഉയർത്തണമെങ്കിൽ അതിനൊരേ ഒരു പോംവഴി എന്താണ്? താണ നിലയിലുള്ളവർക്ക് പ്രത്യേക പരിഗണന നൽകുക മാത്രമാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് പിന്നാക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി അംബേദ്കർ നിർദ്ദേശിക്കുന്നത്? ഉന്നത വിദ്യാഭ്യാസം ചിലവ് കുറഞ്ഞതാക്കുക, താഴ്ന്ന നിലയിലുള്ള ജനവിഭാഗങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകുക, സമുദായങ്ങളെ സമത്വത്തിലേക്ക് ഉയർത്തുക, എല്ലാവർക്കും പരിഗണന ഉറപ്പുവരുത്തുക. രാജ്യത്തെ സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമാക്കിയാണ് പിന്നാക്ക വിഭാഗങ്ങൾക്കായുള്ള ദേശീയ കമ്മീഷൻ സ്ഥാപിച്ചിട്ടുള്ളത്. ആരൊക്കെയാണ്? സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ. അവർക്ക് വേണ്ടിയിട്ടാണ് പിന്നാക്ക വിഭാഗ കമ്മീഷൻ സ്ഥാപിച്ചിട്ടുള്ളത്. സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പിന്നാക്കാവസ്ഥ പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക എന്നതും കമ്മീഷന്റെ ചുമതലകളിൽ ഉൾപ്പെടുന്നതാണ്. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ചുമതല എന്താണ്? പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പിന്നാക്കാവസ്ഥ പരിഹരിക്കുക. 1993 കമ്മീഷൻ നിലവിൽ വന്നത്. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും 3 അംഗങ്ങളും ചേർന്നതാണ് കമ്മീഷൻ. എത്ര അംഗങ്ങളാണുള്ളത്? ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ, 3 അംഗങ്ങൾ, ആകെ 5 അംഗങ്ങൾ. രാഷ്ട്രപതിയാണ് കമ്മീഷനെ നിയമിക്കുന്നത്. രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. 3 വർഷമാണ് അംഗങ്ങളുടെ കാലാവധി. 2018 കമ്മീഷന് ഭരണഘടനാ പദവി ലഭ്യമായി. 2018 ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി ലഭ്യമായത്. അതിനു മുൻപ് എന്തായിരുന്നു? ഭരണഘടനേതര സ്ഥാപനമായിരുന്നു. ഇനി ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ചുമതലകൾ എന്തൊക്കെയാണ്? പിന്നാക്ക വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായുള്ള വിവിധ സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കണം. പിന്നാക്ക വിഭാഗങ്ങൾ നേരിടുന്ന അതിക്രമങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നതിനും നീതി ഉറപ്പാക്കുന്നതിനുമുള്ള ശുപാർശ നടത്തണം. പിന്നാക്ക പദവി സംബന്ധിച്ച ആവശ്യങ്ങൾ പരിശോധിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ സർക്കാരിന് സമർപ്പിക്കണം. പിന്നാക്ക വിഭാഗങ്ങൾക്കായുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും കാര്യക്ഷമമായി നടപ്പിലാക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണം. എന്തൊക്കെ കാര്യങ്ങളാണ്? ക്ഷേമത്തിനായുള്ള വിവിധ സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കുക. അതിക്രമങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. പിന്നെ എന്താണ്? പിന്നാക്ക പദവി സംബന്ധിച്ച ആവശ്യങ്ങൾ പരിശോധിച്ച് വേണ്ട കാര്യങ്ങൾ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുക. പിന്നെയോ ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും കാര്യക്ഷമമായി നടപ്പിലാക്കുന്നുവെന്ന് ഉറപ്പാക്കുക. പിന്നാക്ക വിഭാഗങ്ങൾക്കായുള്ള ഭരണഘടനാ വ്യവസ്ഥകൾ കാര്യങ്ങളൊക്കെ നന്നായി കാര്യക്ഷമമായി നടപ്പിലാക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ പോലെ തന്നെ സംസ്ഥാനത്തും പിന്നാക്ക വിഭാഗ കമ്മീഷൻ പ്രവർത്തിക്കുന്നുണ്ട്. കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ. കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ നിലവിൽ വന്നത് 1993 3 വർഷമാണ് കമ്മീഷന്റെ ഔദ്യോഗിക കാലാവധി. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ എന്നാണ് വന്നത്. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ നിലവിൽ വന്നത് 93 കേരള സംസ്ഥാനത്ത് പിന്നാക്ക വിഭാഗ കമ്മീഷനും 93 നിലവിൽ വന്നത്. 3 വർഷമാണ് ഔദ്യോഗിക കാലാവധി. പിന്നാക്ക വിഭാഗങ്ങളുടെ
സാമൂഹിക സാമ്പത്തിക അവസ്ഥ പരിഗണിച്ച് പ്രസ്തുത ജനവിഭാഗങ്ങളെ സംവരണ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ആനുകൂല്യങ്ങൾ നൽകുന്നതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക എന്നത് കമ്മീഷന്റെ ചുമതലയിൽ പെടുന്നു. അപ്പോൾ സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളെ സംവരണ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ആനുകൂല്യങ്ങൾ നൽകുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നത് ആരാണ്? സംസ്ഥാനത്തെ പിന്നാക്ക വിഭാഗ കമ്മീഷനാണ്. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെയും സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷന്റെയും നിലവിലെ അധ്യക്ഷർ ആരാണെന്ന് കണ്ടെത്തുക. ദേശീയ തലത്തിലെ അധ്യക്ഷൻ ഹൻസ്രാജ് ഗംഗാറാം അഹിറാണ്. സംസ്ഥാന തലത്തിലുള്ള പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ചെയർമാൻ ജസ്റ്റിസ് ജി ശശിധരനാണ്. ദേശീയ തലത്തിൽ ഹൻസ്രാജ് ഗംഗാറാം അഹിർ, സംസ്ഥാന തലത്തിലോ ജസ്റ്റിസ് ജി ശശിധരൻ. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. എന്തെല്ലാമാണ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ? സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ അവസ്ഥകളും ബുദ്ധിമുട്ടുകളും അന്വേഷിക്കുന്നതിനും ഉചിതമായ ശുപാർശകൾ നൽകുന്നതിനുമുള്ള കമ്മീഷനാണ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ. സാമൂഹികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ വികസന പുരോഗതി വിലയിരുത്തുക, അവരുടെ സാമൂഹിക സാമ്പത്തിക വികസനത്തിൽ സജീവമായി പങ്കെടുക്കുക, പിന്നാക്ക വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായുള്ള വിവിധ സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് റിപ്പോർട്ടുകൾ സർക്കാരുകൾക്ക് സമർപ്പിക്കുക. മറ്റെന്തെല്ലാം പ്രവർത്തനങ്ങളാണ്? സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ സംരക്ഷണം, ക്ഷേമം, വികസനം, പുരോഗതി എന്നിവയുടെ പൂർണ്ണ ഉത്തരവാദിത്തം ആർക്കാണ്? ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനാണ്. ഇനി അടുത്തത് നോക്കൂ. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ജനാധിപത്യത്തിന്റെ വ്യാപനം, സ്ഥാപനങ്ങളുടെ പങ്ക്. വിശാലമായ ഭൂവിസ്തൃതിയും ഉയർന്ന ജനസംഖ്യയും സാംസ്കാരിക വൈവിധ്യവുമുള്ള നമ്മുടെ രാജ്യത്ത് വിവിധ ജനവിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക പിന്നാക്കാവസ്ഥ പരിഹരിക്കേണ്ടത് അനിവാര്യമാണ്. ഭരണഘടന വിഭാവനം ചെയ്യുന്ന അവസര സമത്വവും സാമൂഹിക നീതിയും പങ്കാളിത്തവും ഉറപ്പുവരുത്തുന്നതിലൂടെ മാത്രമേ ഈ പിന്നാക്കാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ കഴിയുകയുള്ളൂ. സാമൂഹിക സാമ്പത്തിക പിന്നാക്കാവസ്ഥയിലുള്ള ജനവിഭാഗങ്ങളെ കൂടി സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിലൂടെ മാത്രമേ ജനാധിപത്യം പൂർണ്ണമാവുകയുള്ളൂ. പിന്നാക്കാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ കഴിയുന്നത് എങ്ങനെയാണ്? ഭരണഘടന വിഭാവനം ചെയ്യുന്ന അവസര സമത്വവും സാമൂഹിക നീതിയും പങ്കാളിത്തവും ഉറപ്പുവരുത്തുന്നതിലൂടെ മാത്രമാണ് പിന്നാക്കാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ കഴിയുകയുള്ളൂ. എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സമൂഹമുണ്ടെങ്കിൽ മാത്രമേ ജനാധിപത്യം പൂർണ്ണമാവുകയുള്ളൂ. ജനാധിപത്യ ഭരണ സംവിധാനത്തിന്റെ വിജയവും പരാജയവും ജനപങ്കാളിത്തത്തിൽ അധിഷ്ഠിതമാണ്. വിവിധ ജനവിഭാഗങ്ങളുടെ പങ്കാളിത്തം രാഷ്ട്രീയ പ്രക്രിയയിൽ ഉറപ്പാക്കുന്നതിൽ മുകളിൽ പ്രതിപാദിച്ചിട്ടുള്ള ഭരണഘടനേതര സ്ഥാപനങ്ങൾക്ക് സുപ്രധാന സ്ഥാനമാണുള്ളത്. ഉദാഹരണമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പൗരരുടെ രാഷ്ട്രീയ അവകാശങ്ങൾ സ്വതന്ത്രമായും നിർഭയമായും വിനിയോഗിക്കുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിലൂടെ രാഷ്ട്രീയ ജനാധിപത്യത്തിന്റെ അടിത്തറ വിപുലമാക്കുന്നു. 1951-52 കാലഘട്ടം മുതൽ തന്നെ തിരഞ്ഞെടുപ്പ് ജനാധിപത്യം ശാക്തീകരിക്കുന്നതിനും സ്വതന്ത്രവും നീതിപൂർവമായ തിരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുന്നതിനും ആവശ്യമായ നടപടികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിട്ടുണ്ട്. മണ്ഡലങ്ങൾ നിർണയിക്കൽ, വോട്ടർ പട്ടിക തയ്യാറാക്കൽ, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നടപ്പിലാക്കൽ, രാഷ്ട്രീയ പാർട്ടികൾക്ക് അധികാരം നൽകൽ, തിരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കൽ, തിരഞ്ഞെടുപ്പ് സാക്ഷരത കൈവരിക്കൽ തുടങ്ങിയ കമ്മീഷൻ നിർവഹിച്ചു വരുന്ന ധർമ്മങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ചരിത്രപരമായ കാരണങ്ങളാൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വിവിധ വിഭാഗങ്ങളെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാക്കി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ,
ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ തുടങ്ങിയ സ്ഥാപനങ്ങൾ സുപ്രധാന പങ്ക് വഹിക്കുന്നു. തിരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിനപ്പുറം അരികുവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ വിഷമതകൾ പ്രത്യേകമായി തന്നെ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ഈ ധർമ്മമാണ് മേൽ സൂചിപ്പിച്ച കമ്മീഷനുകൾ നിർവഹിക്കുന്നത്. സാമൂഹിക പിന്നാക്കാവസ്ഥയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനൊപ്പം വ്യക്തിപരമായി നേരിടുന്ന പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിന് ഈ കമ്മീഷനുകൾ ശ്രമിക്കുന്നുണ്ട്. പൗരാവകാശ സംരക്ഷണത്തോടൊപ്പം മനുഷ്യരിൽ അന്തർലീനമായ അന്തസ്സിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന അവകാശങ്ങളുടെ സംരക്ഷണവും ഉറപ്പുവരുത്തേണ്ടത് ജനാധിപത്യത്തിന്റെ വ്യാപനത്തിന് അനിവാര്യമാണ്. ഇത്തരം അവകാശങ്ങൾ ഉറപ്പുവരുത്തി ജനാധിപത്യ പ്രക്രിയയെ ദൃഢമാക്കുന്നതിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്തുത്യർഹമായ പങ്കുവഹിക്കുന്നു. വനിതകളുടെ സാമൂഹികമായ മുന്നേറ്റം ഉറപ്പുവരുത്തുന്നതിനും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിനും അവരുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്നതിനും സഹായകമായ നടപടികൾ സ്വീകരിക്കുന്നതിലൂടെ വനിതാ കമ്മീഷൻ ജനാധിപത്യത്തെ കൂടുതൽ അർത്ഥപൂർണമാക്കുന്നു. ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണവും തുല്യപരിഗണനയും ഉറപ്പുവരുത്തേണ്ടത് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിലൂടെയും ന്യൂനപക്ഷ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിലൂടെയും ന്യൂനപക്ഷ കമ്മീഷൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ നേരിടുന്ന വിവിധങ്ങളായ സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനും അവരെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിലൂടെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകൾ വലിയ ഉത്തരവാദിത്തമാണ് നിറവേറ്റുന്നത്. മറ്റ് പിന്നാക്ക വിഭാഗങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ പിന്നാക്കാവസ്ഥകൾ പരിഹരിച്ചുകൊണ്ട് അവരെയും സമൂഹത്തിന്റെ മുഖ്യധാരയുടെ ഭാഗമാക്കുക എന്ന ജനാധിപത്യവൽക്കരണമാണ് പിന്നാക്ക വിഭാഗ കമ്മീഷൻ നിർവഹിക്കുന്നത്. ഇപ്രകാരം പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളെ ഉൾച്ചേർക്കുകയും രാഷ്ട്രീയ അവകാശങ്ങളുടെ വിനിയോഗം സാധ്യമാക്കുകയും ചെയ്യുന്നതിലൂടെ മേൽപ്പറഞ്ഞ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തെ സാമൂഹിക സാമ്പത്തിക തലങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നു. അപ്പോൾ എന്താണ് പറഞ്ഞത്? ഓരോ സ്ഥാപനങ്ങളും ജനാധിപത്യത്തിന്റെ വ്യാപനത്തിൽ വഹിക്കുന്ന പങ്കിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ സ്ഥാപനങ്ങളും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ദേശീയ വനിതാ കമ്മീഷൻ എന്താണ് ചെയ്യുന്നത്? സ്ത്രീകളുടെ സാമൂഹികമായ മുന്നേറ്റം ഉറപ്പുവരുത്തുന്നു, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നു. അങ്ങനെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഓരോ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങൾ എപ്രകാരമാണ് ജനാധിപത്യത്തിന്റെ വ്യാപനത്തിൽ പങ്കുവഹിക്കുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി വിട്ടുപോയൊരു കാര്യമുണ്ട്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSC ഭാരത സർക്കാർ നിയമനങ്ങൾക്കായി സ്ഥാപിതമായ ഭരണഘടനാ സ്ഥാപനമാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. സർക്കാരിന്റെ നിയമനങ്ങൾക്കായി സ്ഥാപിതമാക്കപ്പെട്ടതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 320 പ്രകാരമാണ് കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത്. ചെയർപേഴ്സണും 10 അംഗങ്ങളുമാണ് കമ്മീഷനിലുള്ളത്. രാഷ്ട്രപതിയാണ് ഇവരെ നിയമിക്കുന്നത്. 6 വർഷമോ 65 വയസ്സോ ആണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. അപ്പോൾ എന്താണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ? ഭാരത സർക്കാരിന്റെ നിയമനങ്ങൾക്കായി സ്ഥാപിതമായിട്ടുള്ള ഭരണഘടനാ സ്ഥാപനമാണ്. അനുച്ഛേദം 320 UPSCയെ കുറിച്ച് പറയുന്നത്. ചെയർപേഴ്സണും 10 അംഗങ്ങളുമാണ് കമ്മീഷനിലുള്ളത്. ആകെ 11 അംഗങ്ങൾ. രാഷ്ട്രപതിയാണ് ഇവരെ നിയമിക്കുന്നത്. അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി എത്രയാണ്? 65 വയസ്സോ അല്ലെങ്കിൽ 6 വർഷമോ, ഇതിലേതാണോ ആദ്യം അത്രയുമാണ് കാലാവധി. അഖിലേന്ത്യാ സർവീസിലേക്കും കേന്ദ്ര സർവീസിലേക്കുമുള്ള നിയമനങ്ങൾ നടത്തുന്നത് UPSC ആണ്. ഓൾ ഇന്ത്യ സർവീസിലേക്കും സെൻട്രൽ സിവിൽ സർവീസിലേക്കുമെല്ലാം നിയമനങ്ങൾ നടത്തുന്നത് UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ്. പിന്നെയോ കേന്ദ്ര സർക്കാരിന്റെ സേവനങ്ങളിലേക്ക് നിയമനത്തിനായി പരീക്ഷകളിലൂടെയും അഭിമുഖങ്ങളിലൂടെയും തിരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് കമ്മീഷന്റെ മുഖ്യ ചുമതല. അപ്പോൾ UPSCയുടെ പ്രധാന ചുമതല എന്താണ്? കേന്ദ്ര സർക്കാരിന്റെ സേവനങ്ങളിലേക്ക് നിയമനത്തിനായി പരീക്ഷ നടത്തുക, അഭിമുഖങ്ങൾ നടത്തുക, അതിലൂടെ ആളുകളെ തിരഞ്ഞെടുക്കുക. സംസ്ഥാനങ്ങളിൽ സർക്കാർ സേവനങ്ങൾക്കായി നിയമനങ്ങൾ നടത്തുന്നത് ആരാണ്? PSC ആണ്, പബ്ലിക് സർവീസ് കമ്മീഷൻ. കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ് കേരളത്തിൽ നിയമനങ്ങൾ നടത്തുന്നത്. എന്ത്? സർക്കാരിന്റെ സേവനങ്ങൾക്കായുള്ള നിയമനങ്ങൾ.
കേരളത്തിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ് സംസ്ഥാന സർക്കാർ നിയമനങ്ങളെല്ലാം നടത്തുന്നത്. UPSCയും PSCയും എന്താണെന്ന് മനസ്സിലായില്ലേ? ഈ പാഠത്തിൽ നമ്മൾ വനിതാ കമ്മീഷൻ, പിന്നാക്ക വിഭാഗ കമ്മീഷൻ, പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്നിങ്ങനെയുള്ള എല്ലാ സ്ഥാപനങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തു അല്ലേ? കുട്ടികൾക്കായി ഇനി കമ്മീഷൻ ഉണ്ടോ? ഉണ്ട്. അതാണ് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. എന്താണ് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ ചുമതല? കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ട കമ്മീഷനാണ് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ കീഴിലാണ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. 2007 മാർച്ച് 5-നാണ് കമ്മീഷൻ നിലവിൽ വന്നത്. ഒരു ചെയർപേഴ്സണും 6 അംഗങ്ങളുമാണ് കമ്മീഷനിലുള്ളത്. ആകെ 7 അംഗങ്ങൾ, ഒരു ചെയർപേഴ്സൺ, 6 അംഗങ്ങൾ. കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, പരിചരണം, ക്ഷേമം, നീതി തുടങ്ങിയവ കമ്മീഷന്റെ ലക്ഷ്യങ്ങളാണ്. കേരളത്തിൽ കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനായി കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പ്രവർത്തിച്ചു വരുന്നു. അപ്പോൾ കുട്ടികളുടെ അവകാശങ്ങളും വിദ്യാഭ്യാസവും ആരോഗ്യവും പരിചരണവും ക്ഷേമവും നീതിയും ഒക്കെ സംരക്ഷിക്കുന്നതിനാണ് എന്ത്? ബാലാവകാശ കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. ഇനി നോക്കൂ, നമ്മൾ ഈ പാഠഭാഗത്ത് പഠിച്ചിട്ടുള്ള സ്ഥാപനങ്ങൾ, കമ്മീഷന്റെ പേര്, രൂപീകരിച്ച വർഷം എഴുതി നോക്കാം. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ 1950-ലാണ് രൂപീകരിച്ചത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 1993. ദേശീയ വനിതാ കമ്മീഷൻ 1992. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ 1993. പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകൾ 2004. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ 1993. ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ എന്ന ഈ പാഠഭാഗം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.